Hello, my dear students. Welcome back to Corporate Regulations 17th session. നമ്മൾ 16th ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കതിനെ വിശദമായിട്ട് മനസ്സിലാക്കാം. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കണ്ടു അല്ലേ. ഇനി എന്താണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ? നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ബൈലോസും നമ്മുടെ ജനറൽ മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഈ പറയുന്ന ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്നുള്ള ഡോക്യുമെൻറ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മളുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അനുസരിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിലെ ഒബ്ജക്റ്റീവ് ക്ലോസിൽ എന്താണ് ഒബ്ജക്റ്റീവ് പറയുന്നത്, ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈലോസ് ഒക്കെയാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്നുള്ള ഡോക്യുമെൻറ്റിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, നമ്മുടെ കമ്പനി ലൈഫിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് AOA. ഇത് നമ്മളുടെ കമ്പനിയുടെ ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷൻ, കമ്പനിയുടെ അഫയേഴ്സിനെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ നമ്മുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ്റെ ഒരു സബ്സിഡറി ആയിട്ടാണ് നിലകൊള്ളുന്നത്. നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലാണ് എല്ലാ അതോറിറ്റീസിൻ്റെയും, മാനേജ്മെൻറ്റിലുള്ള എല്ലാ അതോറിറ്റീസിൻ്റെയും റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പവേഴ്സ് ഇതെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ഇൻറ്റേർണൽ അഫയേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ, റെഗുലേഷൻസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അത് സമയാസമയം ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അതെപ്പോഴും നമ്മളുടെ മെമ്മറാൻഡത്തിനെ അനുസരിച്ചിട്ടാണ് ആ മാറ്റങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ട് മെമ്മറാൻഡത്തിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വ്യത്യാസം വരാൻ പാടില്ല. ഓക്കെ. അതിനുള്ളിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ ആർട്ടിക്കിളിൽ വരുത്താനായിട്ട് പാടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ മെമ്മറാൻഡത്തിൻ്റെ സബ്സിഡറി ആണ്, സബോർഡിനേറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കമ്പനിയുടെ ഒബ്ജക്റ്റീവിനെ നമ്മുടെ മെമ്മറാൻഡത്തിൽ എന്ത് രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ആർട്ടിക്കിൾസിലുള്ള എല്ലാ കാര്യങ്ങളും വരേണ്ടത്. ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്ണർഷിപ്പ് പോലെയാണ്. ഇതിൽ നമുക്ക് ഈ പറയുന്ന ഷെയർസിനുള്ള കോൾസ് നമുക്ക് ചെയ്യാനുള്ള ആ ഒരു പർട്ടിക്കുലേഴ്സ് ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഷെയർസ് തിരിച്ചെടുക്കാനായിട്ടും, പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, അതുപോലെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനും ട്രാൻസ്മിഷൻ നടത്താനുള്ള പ്രൊസീജിയേഴ്സ്, പിന്നെ ഡിബെഞ്ചേഴ്സിൻ്റെ അതുപോലെ പ്രൊസീജിയേഴ്സ്, പിന്നെ നമ്മുടെ പവേഴ്സ്, ഡ്യൂട്ടീസ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ ശരിക്കുള്ള മീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കമ്പനിയുടെ റൂൾ ബുക്കാണ് ശരിക്കും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇത് നമ്മുടെ കമ്പനി ഫോം ചെയ്യാനായിട്ട് മെമ്മറാൻഡത്തിൻ്റെ കൂടെ വേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. ഇതിൽ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഗവേണിംഗ് ആസ്പെക്ട്സ് ആണ് ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ പ്രത്യേകിച്ചും ഷെയർസ്, അതുപോലെ കമ്പനിയുടെ മീറ്റിങ്സ്, അതുപോലെ ഡയറക്ടറിൻ്റെ പവർ, റോള് ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ആർട്ടിക്കിളിൽ ശരിക്കും ഡയറക്ടറിൻ്റെ കണ്ടക്റ്റ് എങ്ങനെയാണ് വേണ്ടത്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സ് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. സോ ഒരു കമ്പനീനെ റൺ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനാണ്. ഇത് തന്നെയാണ് കമ്പനീനെ ഗവേൺ ചെയ്യുന്നതും സ്വായത്തമാക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പവേഴ്സിനെ ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ചിലപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഡയറക്ടർക്ക് ആ രീതിയിലെ കമ്പനിയുടെ ആ പവറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ട് നമ്മുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനെ പോലെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. പക്ഷേ ചിലപ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ കൂടാതെ അതിന് സമാനമായിട്ട് ഒരു എഗ്രിമെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻറ്റും ഫോം ചെയ്യാറുണ്ട്. ഓക്കെ. അത് പ്രത്യേകിച്ചും അവരുടെ ഷെയർ ഹോൾഡേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അതും ഒരു പബ്ലിക് ഡൊമൈനായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇനി നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഈ മെമ്മറാൻഡം, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഇത് രണ്ടും രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അത് ശരിക്കും നമ്മുടെ കമ്പനീനെയും ആ കമ്പനിയുടെ മെമ്പേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അവരെല്ലാവരും ഈ കമ്പനിയുടെ മെമ്പേഴ്സ് എല്ലാം ആ മെമ്മറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും സൈൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ബോധ്യപ്പെട്ടിട്ടാണ് ഒബ്സർവ് ചെയ്ത് ബോധ്യപ്പെട്ടിട്ടാണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ സൈനിങ് കൂടി വരുമ്പോൾ ആണ് അവർ തമ്മിൽ ഈ കമ്പനിയും മെമ്പേഴ്സും തമ്മിൽ ബന്ധമാവുന്നത്. അത് ഈ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ വഴിയാണ്. ഓക്കെ, സോ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സിനെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അതുപോലെ കമ്പനിയുടെ മെമ്പേഴ്സായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ടു ആൻഡ് ഫ്രോ. ഓക്കെ, ആദ്യം മെമ്പേഴ്സിനെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ആർട്ടിക്കിൾസാണ്. അതിലെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യങ്ങൾ അവർ സൈൻ ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനീൻ്റെ മെമ്പേഴ്സായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പനിയുടെ എല്ലാ ആർട്ടിക്കിൾസും ആ മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ. അപ്പോൾ ആ രീതിയിലാണ് ആ ബൈൻഡിങ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഇൻറ്റേർണൽ ആയിട്ടുള്ള അഫയേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യാതൊരു തരത്തിലും പുറത്തേക്കുള്ള ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ഒരു ബൈൻഡിങ്ങും ഇതിൽ ഫോം ചെയ്യുന്നില്ല. എപ്പോഴും കമ്പനിയും കമ്പനിയുടെ മെമ്പേഴ്സും തമ്മിലാണ് ബന്ധം ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന കമ്പനിയുടെ ഉള്ളിലുള്ള മെമ്പേഴ്സ് തമ്മിലും ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനാണ് ഒരു ബൈൻഡിങ് ഫോം ചെയ്യുന്നത്. അതിലൂടെ ആ മെമ്പേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓരോ മെമ്പേഴ്സിൻ്റെയും ഈ ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസ് ഒക്കെ വരുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, ഇനി നമ്മളുടെ സെക്ഷൻ 31 അനുസരിച്ചിട്ട് കമ്പനികൾക്ക് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉചിതമായിട്ടുള്ള മാറ്റങ്ങൾ നടത്താനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. അത് സ്പെഷ്യലായിട്ടുള്ള റെസൊല്യൂഷൻ ഫോം ചെയ്തിട്ട് ആ റെസൊല്യൂഷൻ അനുസരിച്ച് നമ്മുടെ രജിസ്ട്രാർ എടുത്ത് അതിനെ ഫയൽ ചെയ്തിട്ടാണ് അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്രേഷൻസ് നടത്താനായിട്ട് പറ്റുക. അപ്പം ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പവർ ആൾട്രേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു കോൺട്രാക്ട് ബേസിലല്ല ഫോം ചെയ്യേണ്ടത്, മറിച്ച് സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴിയാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആൾട്രേഷൻ്റെ പവർ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് റെസ്ട്രിക്ഷൻസാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ എന്ത് ആൾട്രേഷൻ നമ്മൾ ആർട്ടിക്കിൾസിൽ കൊണ്ടുവരുന്നതോ അതൊരിക്കലും നമ്മുടെ കമ്പനി ആക്ടിന് വിരുദ്ധമായിട്ടോ എതിരായിട്ടുള്ളതാവരുത്. രണ്ട്, ആ ആർട്ടിക്കിളിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഓൾട്രേഷൻ എപ്പോഴും മെമ്മറണ്ടം ഓഫ് അസോസിയേഷനിലെ കണ്ടീഷൻസിന്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ചിട്ടുള്ളതായിരിക്കണം. ഇനിയിപ്പോൾ ഒരു കമ്പനി സപ്പോസ് പബ്ലിക് കമ്പനിയിൽ നിന്നും പ്രൈവറ്റ് കമ്പനിയിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ ചേഞ്ചസ് ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ടാണ്. പിന്നെ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ മെമ്മറാണ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്രേഷനും നമ്മളുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ചെയ്യാൻ പാടില്ല. അതിനിപ്പോൾ ഒരു ഹട്ടൺ വേഴ്സസ് സ്കാർബോർഗ് ക്ലിഫ് ഹോട്ടൽ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസിൽ അത് പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു, പക്ഷെ അത് പിന്നീട് മെമ്മറാണ്ടത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനമായി. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കേസിൽ ആൻഡ്രൂസ് വേഴ്സസ് ഗ്യാസ് മീറ്റർ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി കേസിൽ ഇതുപോലെ തന്നെ ആർട്ടിക്കിൾസിൽ ചേഞ്ചസ് കൊണ്ടുവന്നു. എന്താ ചേഞ്ച് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇഷ്യൂസിനെ കുറിച്ചൊരു ചേഞ്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ ആ കമ്പനിയുടെ മെമ്മറാണ്ടത്തിൽ ആ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് യാതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ രീതിയിൽ ആ ഓൾട്രേഷൻസ് ഒന്നും നടപ്പിലാക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, എപ്പോഴും നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് നമ്മളുടെ മെമ്മറാണ്ടത്തിന് അനുസൃതമായിരിക്കണം. അത് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ് ആയിട്ട്, ഓക്കെ, എക്സ്പ്രസ് ചെയ്തതോ അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള രീതിയിൽ. ഇനി ഈ ഓൾട്രേഷൻ വരുത്തുന്നതുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൻ്റെ ബ്രീച്ച് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു കമ്പനിയുടെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തു, അപ്പോൾ അതേസമയം ആർട്ടിക്കിൾസിൽ നമ്മൾ ചേഞ്ച് വരുമ്പോൾ എങ്ങനെയാണ്. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫോം ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പം ആ ആർട്ടിക്കിൾ നമ്മൾ ആൾട്ടർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്റ്റ് ആൾട്ടർ ആവും. അപ്പോൾ അതുകൊണ്ട് ആ കോൺട്രാക്റ്റ് ബ്രീച്ച് അവിടെ നടന്നല്ലോ. അപ്പോൾ ആ ബ്രീച്ച് കൊണ്ടുണ്ടാവുന്ന ഡാമേജിന് നമ്മുടെ കമ്പനി ലയബിൾ അല്ല. അതേസമയം ഒരു കമ്പനിയിൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തു, പക്ഷേ ആ കോൺട്രാക്റ്റ് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ ബന്ധപ്പെടുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്.
ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആൾട്രേഷൻ വരുത്തി. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് ബന്ധമില്ലാത്ത കോൺട്രാക്റ്റ് ബ്രീച്ച് ആയപ്പോൾ അതിന് ഉണ്ടായിട്ടുള്ള ഡാമേജിന് അപ്പോൾ ആ കമ്പനി ലയബിൾ ആയിരിക്കും. ആ രീതിയിലാണ് ആൾട്രേഷൻ ഇൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ അതാണത് ഒരു എക്സാമ്പിളോടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷെർവാൾ സദേൺ ഫൗണ്ടറീസ് ലിമിറ്റഡ് കമ്പനിയും ഷെർവാൾ എന്ന് പറഞ്ഞ വ്യക്തിയും തമ്മിലുള്ള ഒരു കേസിൽ ഈ ഷെർവാൾ സദേൺ ഫൗണ്ടറീസ് ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തതാണ് ഫോർ 10 years. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഈ കമ്പനി വേറൊരു കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്തിട്ട് പുതിയ ആർട്ടിക്കിൾ ഫോം ചെയ്തു. പുതിയ ആർട്ടിക്കിൾ ഫോം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡയറക്ടറിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഈ ഡയറക്ടറെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അത് റിമൂവ് ചെയ്തപ്പോൾ എന്തായി, ഇവിടെ നമ്മളുടെ ആ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ ആ ഡാമേജിന് കമ്പനി ലയബിളായി ആ കേസിൽ. ഓക്കെ, ഇനി ഒരിക്കലും നമ്മുടെ ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഈ പറയുന്ന ഫ്രോഡിന് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് പാടില്ല. പിന്നെ ആൾട്രേഷൻ വരുത്തുന്നത് കൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി കൂടാൻ പാടില്ല. കൂടുതൽ ഷെയർസ് അവരെടുക്കണമെന്നോ അവരുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നെന്നുള്ള രീതിയിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്താനേ പാടില്ല. അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ, അവരുടെ റിട്ടേൺ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ. സോ ഓൾട്രേഷൻ ഓഫ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് കമ്പനിക്ക് കൊടുക്കുന്ന ആ പവർ എപ്പോഴും നല്ല ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വേണം കമ്പനിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കാനായിട്ട്.